അവിടെ ഇരിക്കണ്ട കേട്ടോ, അവിടെ പൊടിയുണ്ടേ, അത് മണ്ണാട്ടോ, ചളിയാണ്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പറയണ്ടേ? ഇതിൻ്റെ ആ 3 വേർഡ്, ആ 3ൻ്റെ അനുബന്ധിച്ച് വേറെ 2 3 വേർഡ് കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ആദ്യമായിട്ട് മണ്ണിന് തീൻ എന്ന് പറയും. ആ തീൻ മാഷാ അല്ലാ, തീൻ നല്ലത് തന്നെയല്ലേ. മണ്ണ് കാരണം സാധാരണ ശുദ്ധമായ മണ്ണിനാണ് തീൻ എന്ന് പറയും, തീൻ. അതേപോലെ തുറാബ് എന്ന് പറയും. തുറാബ് പല രീതിയിലും പറയും. യാ ഹബീബി അതാ തുറാബ് മാഫി ഫർഷ ഫർഷ അല തുറാബ്. ആ മണ്ണിൽ നിങ്ങൾ എന്താക്കുക, കാർപ്പറ്റ് ഇട്ടോളൂ. ഓക്കെ, അപ്പം മണ്ണിനാണ് തീനെന്നും അതിന് തന്നെയാണ് തീനാണ്. തീനല്ല, തീനാണ്. തീന് വേറെ സാധനം കേട്ടോ. ത്വാ എന്ന് പറയുന്ന സാധനമാണ്, മാറിപ്പോണ്ട. തീന് പൊതുവെ തീന് നിങ്ങൾ ഖുർആനിൽ വരെ വന്നൊരു വചനമാണ് തീൻ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇവിടെ നമ്മൾ പറഞ്ഞ് എന്താ തുറാബ്, രണ്ടാമത്തെ തീന് വന്ന് തുറാബ് വന്നു, അതാണ് കൂടുതൽ. മൂന്നാമത്തൊന്ന് പൊടിയാണ്. പൊടിയുണ്ട്, ഭയങ്കര പൊടിയുണ്ട് ഇവിടെ മേശയിലൊക്കെ ഒന്ന് തട്ടാനെ പൊടി. അതിന് ഗുബാർ എന്ന് പറയും. അതായത് വെള്ളമില്ലാതെ വെറും പൊടികൾ, മണ്ണിൻ്റെ പൊടി വരുന്നതിനാണ് ഗുബാർ എന്ന് പറയും. ഗുബാർ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് തുറാബ് എന്നാണ് പറയും. തുറാബ് എന്ന് ശരിക്കും മണ്ണൻ അടിച്ചു കയറുകയാണെങ്കിലാണ് തുറാബ് പറയുക, അല്ലെങ്കിൽ ഗുബാർ എന്ന് പറയും. എന്താണ് പറയുക? ഗുബാർ എന്ന് പറയും. ഓക്കെ, ഇനി വെള്ളത്തോടു കൂടെ ഇവ വന്നു കഴിഞ്ഞാൽ അതെന്തായി? വസഖാവും. വസഖ് എന്ന് പറയുന്നത് എന്താ? ചേറ്, മാലിന്യം എന്ന അർത്ഥത്തിനാണ്. മാലിന്യത്തിന് വസഖ് എന്ന് പറയും, വസഖ്. പിന്നെ പറയുന്നത് ഖദഫ് എന്ന് പറയും. ഇപ്പം ഈ 3 പറഞ്ഞു. ഖദഫ് എന്ന് പറഞ്ഞാലും മാലിന്യം എന്ന് തന്നെ പറയാം. അതുപോലെ കുറേ വാക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ മണ്ണിന് തീൻ എന്നും തുറാബി എന്നും പറയും. അത് പൊടി വരികയാണെങ്കിൽ ഗുബാർ എന്ന് പറയും. എന്താണ് പറയുക? ഗുബാർ എന്ന് പറയും. ഓക്കെ, കാക്കയല്ലോ, കാക്കക്ക് ഉറാബാണ്. ഒരാളതിൻ്റെ ഇടയിൽ കയറുമ്പോൾ ചോദിച്ചിരുന്നു ഈ ക്ലാസ് എടുത്തപ്പം, അല്ല ഉറാബല്ലേ, ഉറാബനെ കാക്കാനാ, മാറിപ്പോകണ്ട കേട്ടോ. ഇപ്പം മാറുമോ പഠിച്ചോ, പഠിച്ചോനറിയാം. ഉറാബല്ല, ഗുബാറാണ്. അപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പിന്നെ ചില ദിവസം ക്ലൈമറ്റൊക്കെ ആകെ പ്രശ്നമായി കഴിഞ്ഞാൽ അല്ലയോ ഗുബാറു ഹവ, പൊടിക്കാറ്റ്. ഗുബാർ മഅൽ ഹവ, പൊടിക്കാറ്റാണ് എന്ന് പറഞ്ഞാൽ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ആ കാറ്റും പൊടിയും നിറഞ്ഞു നിൽക്കുന്ന ചില അന്തരീക്ഷം ഉണ്ടാവും. അഹ്യാൻ യകൂനുൽ ബൈഅ മുംതലിയ ബിൽ ഗുബാർ വൽ ഹവ, മുംതലിയ ബിൽ ഗുബാർ. ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മുടെ നമ്മുടെ അന്തരീക്ഷം മലിനമായിരിക്കും പൊടികളെ കൊണ്ട് എന്ന് പറയും. ഓക്കെ, ഇത്തരം കുറേ വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനായി. അതുകൊണ്ട് അറബികൾ എന്ത് പറയുന്നത്, അവരുടെ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഇത്തരം വാക്കുകളെ നിങ്ങൾ അറിയാതെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇനി സാധാരണ നിലം, ഭൂമി എന്ന് പറയുന്നത് അർദ് എന്നാണ് പറയുന്നത്. ഖലാസ് ഇജ്ലിസ് അലൽ അർദ്, ഇജ്ലിസ് അലൽ അർദ് യാ ഹബീബി, ഇജ്ലിസ് അലൽ അർദ്, അൽ ഹുത്തു അലൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഇരിക്കൂ അല്ലെങ്കിൽ അത് ഭൂമിയിൽ വെക്കൂ. ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ നിലത്ത് വെക്കാറില്ല, നമ്മൾ മലയാളം അതന്നെയാണ് സാധനം, നിലത്ത്. ഈ ഇംഗ്ലീഷും അറബിയും തമ്മിൽ നല്ല യോജിപ്പുണ്ട്. കാരണം എന്താണ്? ഇംഗ്ലീഷിൽ എർത്ത് എന്ന് പറയും, അറബിയിൽ അർദ് എന്ന് പറയും. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെ ഹുത്തു അലൽ അർദ്, നിങ്ങളത് നിലത്ത് വെച്ചോളൂ. യാ ഹബീബി ഹിന തുറാബ്, അത് മണ്ണാണ്. ലാ മാഫി ഗുബാർ, നളിഫുൽ ഗുബാർ, ആ പൊടിയൊക്കെ ഒന്ന് ശ്രദ്ധാക്ക്, നവാഫാക്ക്. അത് വസഖ്, വസഖ്, വസഖ് എന്നാൽ ചെളിയാണ് എന്ന് പറയാം. പിന്നെ ചേറ്, അതേപോലെ തന്നെ കുറേ വാക്കുകളുണ്ട്. കുറേ കൺഫ്യൂഷൻ വേണ്ട. കൂടുതൽ അറിയാൻ നിങ്ങൾ അറബിക്കിനെ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ശുക്രൻ ലക്കും. അസ്സലാം.